വേൾഡ് കപ്പ് അങ്ങനെ അവസാനിക്കാൻ പോകുന്നു പറയുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ ഇട്ടു. ഇനി 3 മത്സരം ബാക്കിയുള്ളൂ വേൾഡ് കപ്പിനെ. 2 സെമി ഫൈനലും 1 ഫൈനലും. ഇപ്പോൾ ഞാൻ ഓർക്കണു, മെക്സിക്കോയില് ഈ വർഷത്തെ വേൾഡ് കപ്പ് ഉദ്ഘാടന ചടങ്ങും ബഫാനായിട്ടുള്ള ഉദ്ഘാടന മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഉദ്ഘാടന മത്സരം 2-0 അങ്ങോട്ടാണ് അന്ന് ഈ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ജയിച്ചത്. അത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ മൊബൈലിൽ എടുത്തത് എൻ്റെ മൊബൈലിലുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണാവോ, എന്തായാലും ഞാൻ വീഡിയോ എടുത്തിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ടീമൊക്കെ പുറത്തായെങ്കിലും വേൾഡ് കപ്പ് തീരുക എന്ന് പറയുമ്പോൾ മനസ്സിലൊരു വിഷമമാണ്. കാരണം അത് ഉത്സവം പോലെ കൊണ്ടാടുന്ന സംഭവമാണ്. ഉറക്കം മര്യാദക്കില്ല, അതൊക്കെ ഒരു ഉറക്കമില്ല എന്നൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, പക്ഷെ അതൊരു ആസ്വദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക്, വേൾഡ് കപ്പിനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതൊരു ഒരു മാസം ഒരു ഉത്സവമാണ്. അതെൻ്റെ തീരാൻ പോവാണ്. ആ ഉത്സവത്തിന് കൊടിയിറങ്ങാൻ പോവാണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളെല്ലാം അവസാനിച്ചു. അപ്പോൾ ഫൈനലല്ല സെമി ഫൈനലിൻ്റെ ലൈനപ്പ് ആയിട്ടുണ്ട്. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആദ്യ സെമി ഫൈനൽ ഏറ്റുമുട്ടും. 2-1 കാര്യം തീരുമാനമാവും. അടുത്ത സെമി ഫൈനലിൽ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. 4 കിഡിലൻ ടീമുകൾ തന്നെയാണ് ഇപ്രാവശ്യം സെമി ഫൈനലിൽ വന്നിരിക്കുന്നത്. ഡുവോഡൈ മാച്ചായ കാരണം കൊണ്ട് എന്തായാലും നല്ല കിഡിലൻ മത്സരം ഓരോ ടീമിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് അവരുടെ കുഴി തോണ്ടും. അത് കാരണം കൊണ്ട് മാക്സിമം മിസ്റ്റേക്കുകൾ ഇല്ലാണ്ട് കളി അവസാനിപ്പിക്കാനും മത്സരം ജയിക്കാനുമായിരിക്കും എല്ലാ ടീമുകളും നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്, പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ, ആ മത്സരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പറയുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ 2-1 ഇംഗ്ലണ്ട് ജയിച്ചു. വയർത്ത് ജയിച്ചാണ്. മത്സരശേഷം ഇംഗ്ലണ്ടിന്റെ കോച്ചായ ടുഷേലിന് പരിചയമുണ്ടല്ലോ, ചെൽസിനെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് എത്തിച്ച കോച്ചാണ്. ടുഷേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി, വെരി ഗുഡ് റിസൾട്ട്, 2-1 ജയിച്ചു, പക്ഷെ ഈ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് നല്ലൊരു ഗെയിം കളിച്ച് ജയിക്കാമായിരുന്നു ഇംഗ്ലണ്ടിനെ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ടും വിധം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്ന് അവരെ കോച്ചിനെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ജൂഡ് ബെല്ലിംഗാമിന്റെ ആ വർക്ക് റേറ്റ്, ആ പ്രസൻസ് ഓഫ് മൈൻഡ് കിഡിലനാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ഗോൾ അടിച്ചത് നോർവേയാണ്. അത് ചിന്തിക്കണം. എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ കളി ഞാനൊക്കെ ചിന്തിച്ചാണ് 3-0 ഇംഗ്ലണ്ട് കംഫർട്ടബിളായി ജയിക്കുന്നത് വിചാരിച്ച്. പക്ഷെ ആദ്യം വെടി പൊട്ടിച്ച് ഞെട്ടിച്ചത് നോർവേയാണ്. പക്ഷെ ഹാഫ് ടൈം തീർന്നേക്ക് മുമ്പ് ജൂഡ് ബെല്ലിംഗാം സമനില ഗോൾ അടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്ന് പറയും ജൂഡ് ബെല്ലിംഗാം ആ നമ്മുടെ വിന്നിംഗ് ഗോൾ അടിക്കുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ. മോർഗൻ റോജേഴ്സ് അടിക്കുന്ന ലോങ് ഷോട്ട് ഗോളി കൈപ്പടിയിൽ ഒതുക്കാൻ നോക്കി, പക്ഷെ ഗോൾ കീപ്പർക്ക് പറ്റിയില്ല. അത് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് ആണെന്ന് ഒരു വേണമെങ്കിൽ പറയാം. ഗോൾ കീപ്പർ ഒന്നെങ്കിൽ തട്ടിയാകട്ടെ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഒന്നെങ്കിൽ പിടിക്കേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഗോൾ കീപ്പറുടെ ദേഹത്ത് നെഞ്ചിന്റെ അവിടെ തട്ടിയിട്ട് മുമ്പിലേക്ക് വന്ന് വീഴുന്നു. തക്ക ബാധിരുന്ന ജൂഡ് ബെല്ലിംഗാം, അപകടം മണത്ത ജൂഡ് ബെല്ലിംഗാം ഉടനടി റെസ്പോൺസ് വലക്കുള്ളിലാക്കുന്നു. ആ കിഡിലൻ ഗോൾ കാണാത്തവരുണ്ടെങ്കിൽ കിഡിലനായിട്ട് ഗോൾ എന്ന് കണ്ടോളൂ. അത് നമ്മുടെ അതിൽ ഒറ്റ ഗോളിൽ കാണിക്കുന്നുണ്ട് ഹൂ ഈസ് ജൂഡ് ബെല്ലിംഗാം. ജൂഡ് ബെല്ലിംഗാമിന്റെ പ്രതിഭയും വർക്ക് റേറ്റും പ്രസൻസ് ഓഫ് മൈൻഡും അത് നോർവേയുടെ ബോക്സിൽ വന്ന് വീണത്. അവിടെ ബോക്സിൽ 3-4 ഡിഫൻഡേഴ്സ് നിൽക്കുന്നുണ്ട്, അവർക്ക് ക്ലിയർ ചെയ്യായിരുന്നു. പക്ഷെ അവിടെയാണ് ജൂഡ് ബെല്ലിംഗാം എന്നുള്ള കളിക്കാരന്റെ ഒരു ബ്രില്യൻസ് പറയുന്നത്. ഉടനടി ഗോളിൽ നിന്ന് പോയി പന്ത് റീബൗണ്ട് വന്ന് കണ്ട ഉടനെ അതിന് റെസ്പോണ്ട് ചെയ്ത ജൂഡ് ബെല്ലിംഗാമിനെ ഇരിക്കട്ടെ കിട്ടില്ല പറഞ്ഞു. 2 ഗോളോട് കൂടി ജൂഡ് ബെല്ലിംഗാം കളിയിൽ മികച്ചു നിന്നു. വിയർത്ത് തന്നെയാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. ഞാൻ ഇംഗ്ലണ്ട് ആയ കാരണം കൊണ്ട് എളുപ്പത്തിൽ നോർവേ കീഴടക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഹാളണ്ടിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഹാളണ്ടും ജൂഡ് ബെല്ലിംഗാമും പണ്ടത്തെ സുഹൃത്തുക്കളാണല്ലോ. ഡോർട്ട്മുണ്ടിൽ അവർ ഒരുമിച്ചാണ് കളിക്കുക. അവർ ഡോർട്ട്മുണ്ട് പ്രൊഡക്ട്സുകളാണ് അവർ. അപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ മൈതാനത്ത് കാണാൻ പറ്റുന്നതായിരുന്നു, നല്ലൊരു കാര്യമായിരുന്നു. എനിവേ ഹാളണ്ടിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഹാളണ്ടിനെ അവർ എക്സ്ട്രാ ടൈം ആകുമ്പോൾ വലിച്ചു. എനിവേ ഒരു അർഹിച്ച വിജയം എന്ന് തന്നെ ഞാൻ ഇംഗ്ലണ്ടിനെ പറയും. ഇംഗ്ലണ്ട് അങ്ങനെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. 2ാം മത്സരം മാർച്ച് ചെയ്ത് ഇംഗ്ലണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെ കിട്ടും? അർജന്റീനയെ കിട്ടുമോ അതോ സ്വിറ്റ്സർലൻഡിനെ കിട്ടുമോ? കളി തുടങ്ങി. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ
അർജന്റീന എന്നുള്ളൊരു വേൾഡ് ക്ലാസ് ടീമാണ്. ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അർജന്റീന വേൾഡ് ക്ലാസ് ടീമാണ്. അവരുടെ 7 അയലത്ത് എത്തുന്ന എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ 7 അയലത്ത് സ്വിറ്റ്സർലൻഡ് തന്നെ അല്ല. ഇടയ്ക്ക് ഒരു മിന്നലാട്ടങ്ങൾ കാണിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അർജന്റീന ടീമിൻ്റെ അകത്ത് 7 അയലത്ത് എത്താനുള്ളൊരിത് അവിടെ സ്വിറ്റ്സർലൻഡിനില്ല. പ്രത്യേകിച്ച് അവരുടെ ആ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് ഡിസിഷൻ മേക്കിംഗ് വളരെ മോശം ഡിസിഷൻ മേക്കിങ്ങും. അതൊറ്റ കാരണം കൊണ്ട് മര്യാദക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഡിസിഷൻ മേക്കിംഗ് ഉള്ള ഒരു പവർ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 2 or 3 അർജന്റീന വലയിൽ കയറിയിരുന്നു. പക്ഷെ അതില്ലാതെ പോയി അവർ ആ ഡിഫൻസിൽ നിന്നോ അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നോ പന്ത് കൊണ്ടുപോയി കയറ്റി കൊടുക്കും. സാക്കി കഷ്ടപ്പെട്ട് പന്ത് കൊണ്ടുപോയി കയറ്റി കൊടുക്കും. പക്ഷേ ഫ്രണ്ട് സൈഡിൽ ഡിസിഷൻ മേക്കർ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ഉള്ള പവറുള്ള ആളോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രൈക്കറോ ഇല്ലാത്തതിന് കുറവ് അത് ഈ കളിയിൽ നിന്ന് എഴുതിച്ച് കണ്ടിട്ടുണ്ട്. അതിന് അവർക്ക് പറ്റിയ വിനയം. റെഡ് കാർഡ് കിട്ടുന്നേക്കാൾ തൊട്ട് മുൻപാണ് അവർ ഒരു എപ്പോഴും കുറേ നേരം മുട്ടി നിൽക്കണു. പക്ഷെ മുട്ടി നിൽക്കുമ്പോഴൊക്കെ ഇത് അർജന്റീന പ്രതിരോധവും എമിലിയാനോ മാർട്ടിനസിനും തട്ടി പോവാണ്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടില്ല, ഇത് വേറെ വകുപ്പ്, ഇത് ടീം അർജന്റീന കൂട്ടിയ കൂടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായൊരു സമനില ഗോൾ വരുന്നത്. ഞെട്ടിപ്പോയി. ഞാൻ ഈ സമനില ഗോൾ പിടിച്ചിട്ട് ഇനി സ്വിറ്റ്സർലൻഡ് കയറി പോകുന്നു വിചാരിച്ചു. എവിടെ സമനില ഗോൾ കണ്ടതിനെ തൊട്ടപ്പുറത്ത് തന്നെ എംബോള് രണ്ടാമത്തെ യെല്ലോ കാർഡ് മേടിച്ച് പുറത്തേക്ക് പോയി. അത് വാർ നോക്കി, ഇത് ആ വാറിനെ നോക്കി ഞാൻ ഒരിക്കലും തെറ്റുമല്ല കേട്ടോ. ആ വാർ നോക്കിയത് ശരി തന്നെ. അതിൽ പാരഡൈസിൻ്റെ ടച്ച് ഉണ്ടെന്ന് വെച്ചിട്ടാണ് പാരഡൈസിന് യെല്ലോ കാർഡ് കൊടുത്തത്. പക്ഷേ പാരഡൈസിൻ്റെ ടച്ച് ഉണ്ടായിരുന്നില്ല. എംബോളോ എന്തോ ഒന്നെങ്കിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും കുഴിയോ വാട്ടവർ തട്ടിയിട്ട് ചാടിയതാണ്. വാട്ടവർ പെട്ടെന്ന് കാണുമ്പോൾ ആരെങ്കിലും ഫൗൾ ചെയ്ത് വീണെന്ന് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഫൗൾ ചെയ്തതല്ല. അത് റഫറി പോയി ചെക്ക് ചെയ്യുന്നു. വാർ ചെക്ക് ചെയ്തിട്ട് 2 സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കുന്നു. ഈ പാരഡൈസിന് തന്നെ കുറച്ച് നേരം മുമ്പ് ഒരു ഫൗൾ ചെയ്താണ് യെല്ലോ കാർഡ് കിട്ടിയതായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ യെല്ലോ കാർഡ് റെഡ് കാർഡ് പുറത്ത് പോയി. ആ പുറത്ത് പോയതിന് ശേഷം പിന്നെ അർജന്റീന കളത്തിൽ നിന്ന് അറിയുന്നത് കണ്ടത്. എക്സ്ട്രാ ടൈമിക്ക് കളി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റി. സ്വിറ്റ്സർലൻഡിനെ പറ്റി. അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണവും സ്വിറ്റ്സർലൻഡ് ഉണ്ടായിട്ടില്ല. അവസാനം സ്വിറ്റ്സർലൻഡ് ഓൾ ഓവർ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അത് പിന്നെ നമ്മുടെ ആൽവരസിന്റെ ഗോള്, ജൂലിയൻ ആൽവരസ് കിട്ടില്ല ഗോള്. ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് അറിവ്. ഔട്ട്സൈഡ് ദ ബോക്സ് കിട്ടില്ല കൊടുത്തത് കൃത്യം പറഞ്ഞിറങ്ങി. അതും കൂടി കിട്ടി 2-1 ആയോടുകൂടി സ്വിറ്റ്സർലൻഡ് കിളി പോയി. ആ കൂടിയിട്ട് 10 പേരുള്ളൂ. പിന്നെ കിളി പോയി അവർ ഓൾ ഓവർ അറ്റാക്ക് ആയി. പിന്നെ കളി തീരാൻ ഇച്ചിരി മിനിറ്റുകൾക്ക് ബാക്കി നിൽക്കുക. ലൗട്ടറോ മാർട്ടിനസും കൂടി അവസാനത്തെ ആനയും കൂടി അടിച്ച് കയറ്റിയപ്പോൾ സമാധാനമായി. സ്വിറ്റ്സർലൻഡിന്റെ കാറ്റ് പോയി. സ്വിസ് ബാങ്കിനെ മരവിപ്പിച്ച് സിക്സ് ബാങ്കിനെ കൊള്ളയടിച്ച് മെസ്സിയും സംഘവും സെമി ഫൈനലിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഇനി ആവേശകരമായ സെമി ഫൈനലാണ് കാണുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന. അർജന്റീനക്ക് മര്യാദക്കുള്ളൊരു ഒപ്പോണൻസിന് ഇതുവരെ കിട്ടിയിരുന്നില്ല. റൗണ്ട് ഓഫ് 32 കിട്ടിയത് ക്യാപ്പ് വെറുതെ. ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്ന ടീം. പിന്നെ അർജന്റീനക്ക് കിട്ടിയത് റൗണ്ട് ഓഫ് 16 കിട്ടിയത് ഈജിപ്തിന്. അത് അർജന്റീനക്കാരായിട്ട് ടെൻഷൻ കൂട്ടിയത്. മര്യാദക്ക് കളിക്കാനും ജയിക്കാവുന്ന കളി എനിക്ക് തോന്നുന്നു. അല്ല ഇപ്പോൾ സ്വിറ്റ്സർലൻഡ്. ഇനി അടുത്ത കളി ഇംഗ്ലണ്ട് ടോപ്പ് 10 നിൽക്കുന്ന ഫിഫ റാങ്കിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട് ആദ്യമായിട്ട് അർജന്റീന ഏറ്റുമുട്ടാൻ പോകുന്നു. അവിടെ തീപ്പൊരി പാറും. അത് ആ തീപ്പൊരി പാറ പ്രതീക്ഷ തന്നെ ആയിരിക്കുന്നത്. ജൂഡ് ബെല്ലിങ്ങും ഹാരി കെയ്നും ഒക്കെ കിഡിലൻ പ്രതീക്ഷയാണ്. കിഡിലൻ ഫോമിലാണ് അവർ നിൽക്കുന്നത്. മെസ്സി എന്ന ഒറ്റ ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അർജന്റീന പോകുന്നത്. അപ്പം മെസ്സിയെ പൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അർജന്റീന പൂട്ടാൻ ഒരുവിധമൊക്കെ സാധിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ടുഷേൽ അതിൻ്റെതായ ഒരു തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരിക്കും. തീർച്ചയായിട്ടും തിരക്കിലായിരിക്കും. സ്കലോണി മോശമാക്കില്ല. നല്ലൊരു കിഡിലൻ ഫൈറ്റാണ് നമുക്ക് പ്രതീക്ഷിക്കാം.